ഹായ് ഓൾ. അങ്ങനെ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് അല്ലേ. മെയ് 2 മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിൽ ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഈ ഒരു അവസരത്തിൽ രണ്ട് തരത്തിലുള്ള വിദ്യാർത്ഥികളാണുള്ളത്. പ്രിലിംസ് വന്നല്ലോ എന്ന് കരുതി വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന വലിയൊരു ക്രൗഡ് ഉണ്ട്. ഒരു വളരെ ഹാപ്പിയാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അയ്യോ പ്രിലിംസ് വന്നല്ലോ നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ ടീമുണ്ടല്ലോ, അവർക്കറിയാം പ്രിലിംസ് പാസ്സാവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു പണിയാണ്. ചിട്ടയായി പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റജി യൂസ് ചെയ്ത് പാസ്സാവാൻ പറ്റും. മെയിൻസിലാണ് നമ്മളിന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. പക്ഷെ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരുടെ പ്രശ്നം, അയ്യോ ഈ പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റുമോ എന്ന് പേടിക്കുന്ന ആൾക്കാരുടെ പ്രശ്നം, സ്റ്റഡി പ്ലാൻ ഇല്ല, ഹോട്ട് ടോപ്പിക്സിനെ പറ്റി അവയറല്ല. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പ്രിലിംസ് നമുക്ക് പാട്ടും പാടി പാസ്സാവാൻ പറ്റും. കാര്യം ഏറ്റവും എളുപ്പമാണ് പ്രിലിംസ് പാസ്സാവാൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ്, IT, ആർട്ട് ആൻഡ് കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഇത്രയും സബ്ജക്റ്റുകൾ തന്നെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ 10-60 മാർക്കിന്റെ ഏരിയാസ് നമ്മുടെ കയ്യിലായി. പിന്നെ ഹോട്ട് ടോപ്പിക്സ് വെച്ച് GK കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് പാസ്സാകാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഒരു ഡിസ്കഷൻ ആണ് നടത്താൻ പോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഹോട്ട് ടോപ്പിക്സിന്റെ PDF, സ്റ്റഡി പ്ലാനിന്റെ PDF, ഇതൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് ആവുക. അവിടെ നിങ്ങൾക്ക് ഡെയിലി രാവിലെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് സഹിതം നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് മിടുക്കരായി പഠിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് പ്രിലിംസ് ജയിക്കാൻ സാധിക്കും. ഇവിടെ പ്രിലിംസ് ജയിക്കാൻ ഉള്ള ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ടോപ്പിക്സും സ്റ്റഡി പ്ലാനും എന്നുള്ളത് നമുക്കറിയാം. വലിച്ചു വാരി പഠിക്കേണ്ട. പ്രിലിംസ് എന്ന് പറയുന്ന ആ സിലബസ് അല്ലെ, ഹിസ്റ്ററി മുതൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം വരെ കിടക്കുന്ന വിശദമായിട്ടുള്ള സിലബസ് പഠിച്ചു തീർക്കാൻ ഒരു മനുഷ്യായുസ് പോരാ. അത്രയും ഡീപ്പായിട്ടുള്ള ടോപ്പിക്സ് ആണ് അത് കിടക്കുന്നത്. പക്ഷെ പ്രിലിംസ് ജയിക്കാൻ നമുക്ക് ഇനിയുള്ള കുറച്ച് മാസങ്ങൾ ചിട്ടയായി പഠിച്ചാൽ മാത്രം മതി. ഇത് വെറും ഒരു പരീക്ഷയല്ല. നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാം ആയിട്ട് കണ്ടാൽ മതി. ജീവിതത്തിലേക്കുള്ള എൻട്രൻസ് എക്സാം ആയിട്ട് കാണുക. മെയിൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ള യഥാർത്ഥ ചലഞ്ച്. പ്രിലിംസ് നമുക്ക് പാസ്സായാലാണ് ആ ഒരു ഫൈറ്റിംഗ് ചാൻസ് നമുക്ക് ഇത് മറക്കില്ല. ഓക്കെ, അപ്പോ ഇത് ബേസിക് ആയിട്ട് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹോട്ട് ടോപ്പിക്സ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. എഗെയിൻ, ഇനിയുള്ള ദിവസങ്ങൾ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളെ പ്രിലിംസ് പരീക്ഷയിൽ ജയിപ്പിക്കാനുള്ള ക്രാഷ് കോഴ്സ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സ് ഒക്കെ അതിനകത്ത് കവറായി കിട്ടും. ഇന്ന് നിങ്ങൾക്ക് തന്നു വിടുന്ന സ്റ്റഡി പ്ലാൻ അത് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്താൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞങ്ങളുടെ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ അവിടെ മറ്റൊരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്ക് തരുന്ന സ്റ്റഡി പ്ലാൻ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് ഇനിയുള്ള വീഡിയോസ് ഒന്ന് കാണുക. സ്റ്റഡി പ്ലാൻ 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഇട്ടിട്ടുള്ളത്. ഈസിയാണ് കേട്ടോ. പ്രിലിംസ് ഒക്കെ നമുക്ക് പാസ്സാവാൻ പറ്റും, വളരെ ഈസി ആയിട്ട് തന്നെ പാസ്സാവാൻ പറ്റും. ഈ സ്റ്റഡി പ്ലാനിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മറ്റൊരു അവസരത്തിൽ ചെയ്യാം. എങ്ങനെ ഞാൻ പിന്നെ ആവർത്തിച്ച് പറയാണ്, നമ്മുടെ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കില്ല. കാരണം ഇത് സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥികൾക്കും പുറത്ത് കിട്ടുന്ന ബുക്സ് SCRT ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് മതി, സഫീഷ്യന്റ് ആണ്. പക്ഷെ നമ്മുടെ ബാച്ചിൽ നമ്മൾ മറ്റൊരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. പക്ഷെ ഇതും മതി. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇത് വെച്ചങ്ങ് പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും, ഒരു സംശയമില്ല. ഇനിയാണ് ഹോട്ട് ടോപ്പിക്സിനെ പറ്റിയുള്ള ചോദ്യം വരുന്നത്. ഹോട്ട് ടോപ്പിക്സ് വലിച്ചു വാരി പഠിക്കേണ്ട, സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയുണ്ട്, അത് നമുക്ക് പഠിച്ചാൽ മതി. ഇത് നമുക്ക് ഘട്ടം ഘട്ടമായി ഇനിയുള്ള വീഡിയോസിൽ ഹിസ്റ്ററിയുടെ ഹോട്ട് ടോപ്പിക്സ്, ജോഗ്രഫി, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, അല്ലെങ്കിൽ IT, ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, അതൊക്കെ നമുക്ക് അപ്പം ചർച്ച ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ മാത്രം തരാം. ഇപ്പം ഹിസ്റ്ററി എന്നൊരു സബ്ജക്ട് എടുക്കുകയാണ്, ഏകദേശം 10 മാർക്കാണ് അവിടുന്ന് വരുന്നത്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. അപ്പൊ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. എഗെയിൻ, ഓരോ സബ്ജക്റ്റിന്റെ ഹോട്ട് ടോപ്പിക്സിനെ പറ്റിയുള്ള വീഡിയോ, എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ എവിടെ നിന്നാണ് പഠിക്കേണ്ടത് അല്ലെ, സോഴ്സ്, ഓരോ സബ്ജക്റ്റ് നിങ്ങൾ എവിടെ നിന്ന് പഠിക്കണം എന്നും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരള ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ബാച്ച്മേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് നോട്ട്സ് മാത്രം ഉപയോഗിച്ചാൽ മതി. അതല്ലെങ്കിൽ ശ്രീധര മേനോൻ സാറിന്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന പുസ്തകമുണ്ട്. പിന്നെ SCRT 8 മുതൽ 10 വരെ ക്ലാസ്സിൽ SCRT കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സേഫ് ആണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് കിട്ടുമെന്നല്ല പറയുന്നത്. 100-ൽ 100 മാർക്ക് ആർക്കും കിട്ടാറില്ല. പക്ഷെ പ്രിലിംസ് വളരെ സേഫ് ആയി പാസ്സാവാനുള്ള, നല്ല കട്ട് ഓഫിൽ തന്നെ പാസ്സാവാനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാക്ക്. ഓക്കെ, എഗെയിൻ ഈ ഹോട്ട് ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മുടെ പ്രിലിംസ് ക്രാഷ് ബാച്ചിൽ വിശദമായി തന്നെ കവർ ചെയ്യുന്നതാണ്. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
എല്ലാ ഈ സ്റ്റഡി പ്ലാനും ഹോട്ട് ടോപ്പിക്സും ഒക്കെ വെച്ച് പഠിക്കുന്ന ആൾക്കാരും തോക്കാറുണ്ട് പ്രിലിംസ് പരീക്ഷയിൽ തന്നെ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ട്രയാങ്കിളിന്റെ ഉള്ളിലല്ല എന്നുള്ളതാണ്. പഠിക്കാൻ ആർക്കും പഠിക്കാൻ പറ്റും, അതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ പഠിക്കുന്നത് റിവിഷൻ നടത്തണം. റിവിഷൻ നടത്തുക മാത്രം പോരാ, MCQs മുൻകാലവർഷ ചോദ്യങ്ങളും ടെസ്റ്റ് സീരീസ് ഒക്കെ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഈ 3 കമ്പൗണ്ട് പഠിക്കുക, റിവിഷൻ നടത്തുക, പ്രാക്ടീസ് ഇത് ചെയ്താൽ മാത്രമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ പറയാനുള്ള കാര്യം അതാണ്. പഠിക്കൽ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള പ്രക്രിയയാണ്. ബുദ്ധിമുട്ടുള്ള കാര്യം അത് റിവിഷൻ നടത്തുക. നല്ല ബോറ് പരിപാടിയാണ് റിവിഷൻ നടത്തുക എന്ന് പറയുന്നത്. നല്ല റിവിഷൻ നടത്തുന്നത് ബോറാണ്. പക്ഷെ ആ റിവിഷൻ നടത്തുന്ന വ്യക്തി, റിവിഷൻ നടത്തിയിട്ട് അത് പിന്നെ MCQs ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. പ്രിലിംസ് എത്ര കട്ടിയാണെന്ന് പറഞ്ഞാൽ അയാൾ ജയിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ലക്ഷ്യം വെക്കേണ്ടത് ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് വരാനാണ്. ചിലപ്പോൾ ഒരു 5 ലക്ഷം പേര് 6 ലക്ഷം പേര് പ്രിലിംസ് പരീക്ഷ എഴുതുന്നുണ്ടായിരിക്കും. ഒരു കാര്യമില്ല, അതിനകത്ത് ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ളത് ഒരു 10,000 ആൾക്കാരോ 20,000 ആൾക്കാരോ മാത്രമായിരിക്കും. അപ്പൊ അവരെന്തായാലും പ്രിലിംസ് പാസ്സാവും. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെ? ഇതുപോലൊരു അവസരം ഡിഗ്രി ലെവലിൽ ഇതുപോലൊരു അവസരം ഇനി വരാൻ വർഷങ്ങളെടുക്കും. കമ്പനി ബോർഡ് പോലെയുള്ള മാസ് റിക്രൂട്ട്മെന്റ്, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഇതെല്ലാം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണിത്. മിസ് ഔട്ട് ചെയ്യരുത്. അഗൈൻ ഈ ഒരു ട്രയാങ്കിളിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിഗ്രി ലെവൽ ക്രാഷ് ബാച്ചിന്റെ ഉദ്ദേശം. അപ്പൊ അതിന്റെ ഭാഗമാവുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ട്രയാങ്കിളിനുള്ളിൽ എത്താനും റിയൽ കോമ്പറ്റീഷന്റെ ഭാഗമാകാനും പറ്റും. ക്ലാസ് നോട്ട്സും വീഡിയോ ക്ലാസ്സസും റിവിഷൻ ക്ലാസ്സുകളും വീക്ക്ലി മോക്ക് ടെസ്റ്റ്, എല്ലാ ആഴ്ചയിലും മോക്ക് ടെസ്റ്റും എല്ലാം ഈ ഒരു ബാച്ചിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അഗൈൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനും ഹോട്ട് ടോപ്പിക്സും മിസ് ചെയ്യരുത്. ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സായി അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് തന്നെ ചിട്ടയോട് കൂടി തന്നെ പഠിക്കുക. ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഓരോ ഹോട്ട് ടോപ്പിക്സും അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള, അപ്പോൾ ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, അത്തരത്തിലൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് സെക്ഷനിൽ പറയാം. നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തേത് ചെറിയൊരു സെഷനാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. പുഷ് ദ കോമ്പറ്റീഷൻ. നമുക്ക് പ്രിലിംസ് എങ്ങനായാലും ചാടി കടക്കണം. ഓക്കെ, നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്.